മൊട്ടക്കുട്ടിയുടെ ഈ തുള്ളിച്ചാട്ടം ആനയോട്ടം കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. എനിക്ക് തോന്നണു ഗുരുവായൂർ മാത്രമേ ഉണ്ടാവുള്ളൂ ഉത്സവം തുടങ്ങുന്നതിന് മുമ്പേ ആനയോട്ടം എന്നുള്ള ചടങ്ങ്. വേദു ആദ്യമായിട്ടാണ് ആനേനെ ഇത്ര അടുത്ത് കാണുന്നത്. അതിൻ്റെ എക്സൈറ്റ്മെൻറ്റ് വേദുവിനും ഞങ്ങൾക്കും ഉണ്ടായിരുന്നു കേട്ടോ. ഗുരുവായൂരപ്പൻ്റെ തിടം പറ്റുന്ന ആനയെ തിരഞ്ഞെടുക്കുന്നതിന് പണ്ട് ദേവസ്വത്തിൽ ആനകളെ തമ്മിൽ ഓടിച്ചൊരാചാരം നടത്തിയിരുന്നു. നമ്മുടെ ക്ഷേത്രത്തിൻ്റെ കിഴക്കേ ഭാഗത്തുള്ള മഞ്ജുലാൽ പരിസരത്തു നിന്നാണ് ആനയോട്ടം ആരംഭിക്കുന്നത്. ഓട്ടത്തിന് ശേഷം കിഴക്കേ ഗോപുരത്തിലൂടെ ആദ്യം ക്ഷേത്ര മതിൽക്കകത്ത് പ്രവേശിക്കുന്ന ആനയെ വിജയായി പ്രഖ്യാപിച്ച് അതിനെ ഉത്സവത്തിന് എഴുന്നള്ളിപ്പിനായിട്ട് നിയോഗിക്കുന്നു. ഇതാണ് എനിക്കറിയാവുന്ന ഒരു ഹിസ്റ്ററി. അങ്ങനെ ഇത്തവണത്തെ ഭഗവാന്റെ തിടമ്പെടുക്കാൻ സഹായിക്കുന്നത് രവികൃഷ്ണൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആനയ്ക്കാണ് കേട്ടോ. ഞാൻ ആദ്യം വിചാരിച്ചത് ബാലു എന്ന് പറഞ്ഞിട്ടുള്ള ആന വിന്നറാവുന്നതാണ്. ഈ ബാലു എന്ന് പറഞ്ഞിട്ടുള്ള ആനയായിരുന്നു കേട്ടോ കഴിഞ്ഞ കൊല്ലത്തെ വിന്നർ. പക്ഷെ പിന്നെ റിസൾട്ട് അനൗൺസ് ചെയ്തപ്പോഴാണ് രവികൃഷ്ണൻ എന്ന് പറഞ്ഞിട്ടുള്ള ആനയ്ക്കാണ് ഫസ്റ്റ് പ്രൈസ് എന്ന് മനസ്സിലായത്. അങ്ങനെ നല്ല രസമുണ്ടായിരുന്നു. വേദുവായിട്ടുള്ള ഫസ്റ്റ് ആനയോട്ടം അടിപൊളിയായിരുന്നു കേട്ടോ. ഓക്കെ, പിന്നെ ഞങ്ങൾ ആനയോട്ടമൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ വെറുതെ അമ്പലത്തിൻ്റെ അങ്ങടൊക്കെ ഒന്ന് പോയിട്ടാണ്. അമ്പലത്തിൻ്റെ അങ്ങടെന്ന് പറയുമ്പോൾ ഞാൻ അവിടുത്തെ ഒരു കടയിൽ നിന്നാണ് കേട്ടോ സ്ഥിരമായിട്ട് കളവും ചന്ദനം ഒക്കെ വാങ്ങിക്കുന്നത്. ഓക്കെ, അങ്ങനെ ജസ്റ്റ് നടക്കി ചെന്നിട്ട് ഭഗവാനെ തൊഴുതിട്ട് ആ കടയിൽ പോയിട്ട് വിഭൂതി വാങ്ങിക്കാൻ വേണ്ടി പോയതാണ്. പക്ഷെ അവിടെ ഉണ്ടായിരുന്നില്ല. അങ്ങനെ വേഗം തിരിച്ചു പോന്നു. സി യു.